ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. നമുക്ക് വാർഡ്രോബിലൊക്കെ തുണികളൊക്കെ മടക്കി വെക്കാൻ, അതുപോലെ കുട്ടികളുടെ ടോയ്സ് എടുത്ത് വെക്കാൻ, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാസ്ക്കറ്റാണ് കേട്ടോ. ക്ലോത്ത് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട്. പിന്നെ സാധാരണ ഇതുപോലുള്ള ബാസ്ക്കറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചാൽ ഒരു വൃത്തിയിൽ നിൽക്കാതെ ഒരു ഷേപ്പ്ലെസ് ആയിട്ടല്ലേ നിൽക്കല്. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ഷേപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ബെൻഡായി പോകണമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയാണ്. സാധാരണ നമുക്ക് ആ ഒരു രീതിയിലാണ് കിട്ടല്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അടിപൊളിയായിരിക്കും, പക്ഷേ കൈ കിട്ടുമ്പോൾ എന്താ പറയുക, ഇതിൽ തുണിയൊക്കെ മടക്കി വെച്ചാൽ ഒരു വൃത്തിയിൽ നിൽക്കാറില്ല കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ. പിന്നെ ഇതിന് ഇതുപോലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അഥവാ വാർഡ്രോബിലൊക്കെ മടക്കി വെക്കാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഇങ്ങനെ പുൾ ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലൊരു സ്റ്റിക്കർ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലോസ് ചെയ്ത് വെക്കാനും. 4 ഭാഗവും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബെൻഡായി പോകുന്നു ചെയ്യാണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് ഇനിയിപ്പം ആവശ്യമില്ലാത്ത ടൈമിൽ എടുത്തു വെക്കാൻ ഈസിയാണ്, ഒരുപാട് സ്പേസ് വേണ്ട. ആവശ്യമില്ലാത്ത ടൈമിൽ നമുക്ക് ഉപയോഗമില്ലാത്ത ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ എടുത്ത് വെക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു സംഭവമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് എടുത്ത് മാറ്റിയാൽ നമുക്കിത് എടുത്ത് മടക്കി സൂക്ഷിച്ച് വെക്കാൻ ഈസിയാണ്. ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം, അല്ലാത്ത ടൈമിൽ എടുത്ത് വെക്കുകയും ചെയ്യരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് മടക്കി വെക്കാൻ ഈസി ആയിട്ട് നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ കുറഞ്ഞ സ്പേസിൽ നമുക്കിത് സൂക്ഷിച്ചും വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം വരുന്നൊരു സെറ്റായിരുന്നു. അതിൻ്റെ പ്രൈസ് 259 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു 2 സെറ്റിന് വരുന്നത്. ആ ഒരു പ്രൈസിന് വേർത്താണ് കേട്ടോ, കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല വലുപ്പമുണ്ട് കേട്ടോ ഓരോ ബോക്സും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ സൈസ് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു കുറച്ച് കൂടുതൽ ഡ്രസ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ കുട്ടികളെ ടോയ്സ് വേണമെങ്കിൽ എടുത്ത് വെക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനുള്ളത്, അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. വാങ്ങിയാൽ എന്തായാലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. 259 രൂപക്കൊക്കെ 2 സ്റ്റോറേജ് ബോക്സ് അത്യാവശ്യം വലുപ്പമുള്ള ബോക്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൈസിനൊക്കെ ഇത്ര അടിപൊളിയായുള്ള ഒരു ബോക്സ് എന്ന് പറഞ്ഞത് അത് ലാഭമാണ് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്താ മനസ്സിലായി, ഇതൊരു പിഗ്ഗി ബാങ്കാണ് കേട്ടോ. അതായത് മണി ബാങ്ക്, പിഗ്ഗി ബാങ്ക് എന്നൊക്കെ പറയട്ടോ. നമുക്ക് പൈസ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോക്സാണ്. ഈ 2 ഹോൾ കണ്ടോ, ഇതിൽ കൂടിയാണ് നമ്മൾ ഇതിലേക്ക് പൈസ ഇൻസേർട്ട് ചെയ്യുക. സാധാരണ അല്ല അങ്ങനത്തെ ബോക്സിനുള്ളത് പോലെ തന്നെ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ 1 lakh വരെ പൈസ സേവ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹോൾ കൂടി ഇടാം. പക്ഷേങ്കിൽ 1 lakh വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ കഴിയാന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെ കണ്ടോ, നമ്മൾ ഇടുന്ന പൈസൻ്റെ കണക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ എഴുതി വെച്ചിട്ടുണ്ട് 100, 200, 500, 50 അങ്ങനെ ഇത്രയും ഒരു പൈസൻ്റെ ഇതിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ നമ്മൾ ഇടുന്ന പൈസക്ക് അനുസരിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ക്രോസ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ ഇതാ കണ്ടില്ലേ, 50, 100, 200 എന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതിലൊന്ന് ഇങ്ങനെ നമ്മളൊന്ന് ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ വെട്ടിക്കൊടുക്കുക ചെയ്താൽ നമുക്ക് കറക്റ്റ് നമ്മൾ എത്രയാണ് അതിൽ പൈസ ഇട്ടിട്ടുള്ളത് എന്നുള്ള അറിയാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വുഡനാണ് മെറ്റീരിയൽ വന്നിട്ട്, അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇതിനെങ്ങനെ പൈസ പുറത്തെടുക്കാന്ന് വെച്ചാൽ ഈ ഒരു ബോക്സ് നിറഞ്ഞതിന് ശേഷം നമുക്കിത് പൊട്ടിച്ചെടുക്കാം കേട്ടോ, അല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 192 രൂപയാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലായോ, ഇത് മീഷോയിലൊരു പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗാർലിക് പീലറാണ് കേട്ടോ. അതായത് നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. എങ്ങനെ എന്താണെന്നല്ല, അപ്പോൾ ഒന്ന് നോക്കട്ടെ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ആ ഒരു തണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരുപാട് എമൗണ്ട് ഒന്നും ഇടാൻ കഴിയില്ല കേട്ടോ, കുറഞ്ഞ അളവിൽ ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാനാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്.
അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ചെയ്യണം കേട്ടോ, അല്ലാതെ ഈസി ആയിട്ട് ചെയ്യാനോ നമുക്ക് കഴിയും തോന്നുന്നില്ല. നന്നായി പ്രസ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കിതിൽ തോല് കളഞ്ഞ് വരുന്നുണ്ട് പലത്. പക്ഷേ ചിലതൊക്കെ നന്നായിട്ട് തോല് പോയി കിട്ടിയിട്ടുണ്ട്. എന്നാലും ചിലത് നമുക്കിത് അതുപോലെ ജസ്റ്റ് അതിൻ്റെ മേലുള്ളത് ഒന്ന് പറിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് കേട്ടോ. തോല് വെളുത്തുള്ളി തോൽ കംപ്ലീറ്റ് ആയിട്ട് പോയാന്ന് ചോദിച്ചാൽ ചിലതിൻ്റെ പോയിട്ടുണ്ട്, ചിലതിൻ്റെ പോയിട്ടില്ല, ചിലതിൻ്റെ പകുതി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സംഭവം അടിപൊളിയാണോ ചോദിച്ചാൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ചുള്ളതിലൊക്കെ തൊലി ഇളകി കിടക്കുന്നുണ്ട്. അതിങ്ങനെ നമുക്ക് ജസ്റ്റ് കൈയോടെ ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് 50-50 പറയാം കേട്ടോ. ഒരു അടിപൊളിയാണോ ചോദിച്ചാൽ 100% അടിപൊളി പ്രൊഡക്റ്റാണെന്ന് എനിക്ക് പറയാൻ തോന്നണില്ല കേട്ടോ. ഒരു 50-50 ചാൻസ് നമുക്കിതിന് കൊടുക്കാൻ കഴിയുള്ളൂ. ചിലതിൻ്റെ അതൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്, ചിലത് പോയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. വാങ്ങാൻ പറയണോ വാങ്ങണ്ടെന്ന് പറയണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, 129 രൂപയായിരുന്നു കേട്ടോ. ഒന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കൂ, ചിലർക്കൊക്കെ ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കുറച്ച് അധികം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ ഇതിലും വൃത്തിയായിട്ട് കിട്ടുമെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഇതാ പകുതി നന്നായിട്ട് പീലായി പോയിട്ടുണ്ട്, പകുതിയിലൊക്കെ ഒരു തോല് ഇളകി കിടക്കുന്ന രീതിയിലാണ് നമുക്ക് ഈസിയായിട്ട് എടുക്കുക. പിന്നെ തോല് ആ രീതിയിലാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് സാധാരണ ടിഷ്യൂ പേപ്പർ അല്ല കേട്ടോ, റീയൂസബിൾ ടിഷ്യൂ പേപ്പറാണ്. മൈക്രോ ഫൈബറിൻ്റെ ചെറിയ ടവലിൻ്റെ അത്ര, സാധാരണ നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ അത്ര വലുപ്പത്തിൽ വരുന്ന മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എത്ര വട്ടം വേണമെങ്കിലും റീയൂസ് ചെയ്യാം കേട്ടോ. ക്ലീൻ ചെയ്തെടുക്കുക, ഒരിക്കലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല മൈക്രോ ഫൈബറിൽ തന്നെയാണ് വരുന്നത്. ഇത് നനച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പും മിററും ഒക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയിലാവും ചെയ്യും കേട്ടോ. കാരണം മൈക്രോ ഫൈബറിന് തന്നെ വേറെ ക്ലോത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയുള്ള ക്ലോത്താണ്, ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് 167 രൂപയായിരുന്നു കേട്ടോ. പിന്നെ 20 പീസാണ് ഒരു ബോക്സിലുണ്ടാവുക. അതുപോലെ അതൊക്കെ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സും കാര്യങ്ങളൊക്കെ 20 പീസായിട്ടുണ്ടാവുക. ഒരേ കളറിൽ തന്നെ 20 പീസ് കേട്ടോ. സംഭവം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സംഭവം അടിപൊളിയാട്ടോ. നമുക്ക് ക്ലീനിങ് ആവശ്യത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ മൈക്രോ ഫൈബർ ആണല്ലോ, അറിയാമല്ലോ. നമുക്ക് മിററും അതുപോലെ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്യാൻ എന്തുകൊണ്ടും നല്ലത് മൈക്രോ ഫൈബർ ക്ലോത്ത്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് നമ്മൾ വാർഡ്രോബിൽ അതുപോലെ കിച്ചൺ കബോർഡിൽ ഷോക്കേസിൽ ഷെൽഫ്സിലൊക്കെ വിരിക്കാൻ ഉപയോഗിക്കുന്ന മാറ്റാണ്. അതുപോലെ നമുക്ക് ഫ്രിഡ്ജിലും വിരിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രിഡ്ജ് മാറ്റില്ലേ, അതൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാറ്റാണ്. പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. പെട്ടെന്ന് കീറിപ്പോണ ടൈപ്പുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുണ്ട്. നമുക്കിത് ഒരുപാട് പീസാക്കി എടുക്കാം. നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ഒരു റോളായിട്ട് തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള റോളാണ് കേട്ടോ. ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ അതാ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തിക്കായുള്ള പ്ലാസ്റ്റിക്കുമാണ്, പെട്ടെന്ന് കീറിപ്പോകുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് 241 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.